ഫൈനൽ അക്കൗണ്ട്സ് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ബേസിക് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തിനാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ബിസിനസ് സ്ഥാപനത്തിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അതുപോലെ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഇതൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ ഓരോ അക്കൗണ്ട്സ് ഏതൊക്കെ നോക്കാം. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, പിന്നെ ഏതാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ്. ഇതിൽ ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ പ്രോഫിറ്റും ലോസും കണ്ടെത്തുന്നത്. ബാലൻസ് ഷീറ്റ് എന്തിനാണ്? ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണാനാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ ബിസിനസ്സിലെ ഡയറക്റ്റ് ഇൻകം, അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ട്രേഡിംഗ് പ്രിപ്പയർ ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഡയറക്റ്റ് ഇൻകം അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ്? അത് സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു ഗുഡ്സ് സെയിൽ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സെയിൽ നടക്കുന്നതിന് മുമ്പ് ആ ഗുഡ്സുമായി ഡയറക്റ്റ് ബന്ധമുള്ള എല്ലാ ഇൻകം അതുപോലെ എല്ലാ എക്സ്പെൻസുമാണ് ഡയറക്റ്റ് ഇൻകം അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസ്. ഫോർ എക്സാമ്പിളിന് ക്യാരേജ് ഇൻവാർഡ്, അതെന്താ? ഈ ഗുഡ്സ്, ആ സെയിൽ ചെയ്യാനുള്ള ഗുഡ്സ് നമ്മളെ ബിസിനസ് സ്ഥാപനത്തേക്ക് നമ്മൾ എത്തിക്കാനുള്ള എക്സ്പെൻസാണ് ക്യാരേജ് ഇൻവാർഡ്. അത് സെയിൽ നടക്കുന്നതിന് മുമ്പ് നമ്മൾ ബിസിനസ്സിലേക്ക് ആ ഗുഡ്സ് എത്തിക്കാനുള്ള ചിലവാണ്. അതുപോലെ വേജ് എന്ന് പറഞ്ഞാൽ എന്താ? ദിവസക്കൂലി എന്ന് പറയാം. അതായത് നമ്മൾ ഈ സെയിൽ ചെയ്യേണ്ട ഗുഡ്സിൻ്റെ മേൽ നമ്മൾ നടത്തുന്ന ഓരോ വർക്കിന് ദിവസക്കൂലി ആയിട്ട് ലേബേഴ്സിന് കൊടുക്കുന്ന ചാർജ്, അത് ഡയറക്റ്റ് ഗുഡ്സായി ബന്ധമുള്ളതല്ലേ. അപ്പോൾ അതും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതേപോലെ ഡയറക്റ്റ് ഇൻകം എന്താണ്? സെയിൽ നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ ഇൻകം അല്ലേ, സെയിൽസ്. അതേപോലെ പർച്ചേസ് എന്നതാണ് നമ്മൾ ഗുഡ്സ് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾസെയിൽ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യില്ലേ, അതാണ് ബിസിനസ് സ്ഥാപനത്തിൽ പർച്ചേസും സെയിൽസും ഡയറക്റ്റ് ഇൻകം ഡയറക്റ്റ് എക്സ്പെൻസ് ആവുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇതിലെന്തൊക്കെ വരിക? ഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് രണ്ടും ഒഴികെയുള്ള എല്ലാ ഇൻകംസും എല്ലാ എക്സ്പെൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഇനി ബാലൻസ് ഷീറ്റ് എന്താ വരിക? അസറ്റ്, ലയബിലിറ്റി. എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി? അങ്ങനെ നോക്കുകയാണെങ്കിൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു കൊടുത്ത് അല്ലെങ്കിൽ ഗുഡ്സ് സെയിൽ ചെയ്ത് നമുക്കതിൻ്റെ റിട്ടേൺ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല, നമുക്ക് ഭാവിയിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺ കിട്ടും, അങ്ങനെയുള്ളതൊക്കെ അസറ്റ്. അതേപോലെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ആദ്യമേ കിട്ടി, അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ഗുഡ്സൊക്കെ നമുക്ക് ആദ്യമേ കിട്ടി, ബട്ട് അതിൻ്റെ നമ്മൾ തിരിച്ചൊന്നും കൊടുത്തിട്ടില്ല. ക്യാഷാണോ അല്ലെങ്കിൽ നമ്മൾ അവർ ക്യാഷ് നമ്മൾ ഗുഡ്സ് കൊടുത്താണോ, അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അത് നമ്മൾ ഭാവിയിൽ കൊടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ളത്, അതൊക്കെ ലയബിലിറ്റി. ഇനി ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ട്രേഡിങ്ങിൽ നമ്മൾ എന്താണ് മെയിനായിട്ട് കണ്ടെത്തുന്നത്? നമ്മൾ ഡയറക്റ്റ്
ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഡയറക്റ്റ് എക്സ്പെൻസ്, അതേപോലെ ഡയറക്റ്റ് ഇൻകംസ്, ഡയറക്റ്റ് ഇൻകംസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ, ഈ ഗുഡ്സ് സെയിൽ നടത്തിയാൽ അതുപോലെ പർച്ചേസ് ചെയ്തു, ഇങ്ങനെ സെയിൽസും പർച്ചേസും തമ്മിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റാണ് ഗ്രോസ് പ്രോഫിറ്റ്, മറ്റ് എക്സ്പെൻസുകൾ ഇൻക്ലൂഡ് ചെയ്യാതെ. ഇതിൽ ഇൻകംസ് കൂടുതലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, എക്സ്പെൻസ് ആണ് കൂടുതലുണ്ടെങ്കിൽ ലോസും കിട്ടും. അതേപോലെ തന്നെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്. ഈ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഇതും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണുന്നത്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ പ്രത്യേകിച്ചൊന്ന് കണ്ടെത്താനല്ല, ഈ രണ്ട് അതായത് അസറ്റ് ലയബിലിറ്റി ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യൻ, മിസ്റ്റർ മോഹൻ gives you the following trial balance and some other information. The trial balance as on 31st March 2017. ഇത് വെച്ച് നമ്മൾ ഈ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന എന്തൊക്കെ, ഈ ട്രേഡിംഗ് അക്കൗണ്ട്. ഇപ്പോൾ ട്രേഡിങ്ങിൽ നമ്മൾ വരേണ്ടത് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. ഒന്നിതാ, നമ്മൾ ട്രേഡിങ്ങിൽ ആദ്യം റെക്കോർഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓപ്പണിംഗ് ഇൻവെൻട്രി. ഓപ്പണിംഗ് ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ടേബിൾ വരയ്ക്കണം. സാധാ ലെഡ്ജറിൻ്റെ അതേ ഫോർമാറ്റിൽ. അതിൽ ഡേറ്റ് വേണ്ട, പിന്നെ പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. പിന്നെ എമൗണ്ടിൻ്റെ കോളത്തിന് മുമ്പ് ഒരു എക്സ്ട്രാ കോളം കൂടി വരയ്ക്കണം. ഇതിനെ ഇന്നർ എമൗണ്ട് കോളം എന്ന് വരും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നർ കോളത്തിലായിരിക്കും ഈ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ കൂട്ടിയിട്ടായിരിക്കും ഈ മെയിൻ കോളത്തിൽ എഴുതാം. അപ്പോൾ ഇതിന് എമൗണ്ടിന് 2 കോളം വരയ്ക്കാം. ഓക്കെ, ആദ്യം ഓപ്പണിംഗ് ഇൻവെൻട്രി പർട്ടിക്കുലേഴ്സിൽ ടു ഓപ്പണിംഗ് ഇൻവെൻട്രി. ടു ഓപ്പണിംഗ് ഇൻവെൻട്രി. ഓക്കെ, ഈ കള്ളിയൊന്ന് വലുതാക്കാം. ഓക്കെ, ടു ഓപ്പണിംഗ് ഇൻവെൻട്രി. അതിൻ്റെ എമൗണ്ട് എന്താ, 1,10,000.
ഓക്കെ, 1,10,000. ഇനി അടുത്ത എന്താ പറയുക, അത് ഫ്രൈറ്റ് ഇൻവേർഡ്. ഫ്രൈറ്റ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ്സ് ഇങ്ങോട്ട് ബിസിനസ് സ്ഥാപനത്തിൽ കൊണ്ടുവരാനുള്ള ചാർജ്, അത് 40,000. ഫ്രൈറ്റ് ഇൻവാർഡ്. ഓക്കെ, ഇത്ര 40,000. നെക്സ്റ്റ് എന്താ, സാലറീസ് വരില്ല. ഇനി ഇതാ സെയിൽസ്. സെയിൽസ് എന്താ, ഇങ്കല്ലേ, അപ്പോൾ അത് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കാം. ബൈ സെയിൽ. സെയിൽസ് എത്ര വരുന്നത്? ഇതിൽ റിട്ടേൺസ് എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കാം ആദ്യം. ഇതിൽ റിട്ടേൺസിൽ ഇതാ ഡെബിറ്റിൽ 20,000 ഉണ്ട്, ക്രെഡിറ്റിൽ 12,000 ഉണ്ട്. ഈ ഡെബിറ്റിലുള്ള 20,000 ആയിരിക്കും സെയിൽസ് റിട്ടേൺസ്. അപ്പോൾ ഇതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ സെയിൽസിൻ്റെ ഇന്നർ കോളത്തിൽ വേണം എമൗണ്ട് എഴുതാൻ. ഇത്ര 9,70,000. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ സെയിൽസ് റിട്ടേൺ അല്ലേ, ഈ ഇവിടെ 20,000, ഇത് ഈ സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യാം. ലെസ് റിട്ടേൺസ്. $20,000. ഇനി ഇത് ലെസ് ചെയ്തിട്ട് മൊത്തം എമൗണ്ട് ആണ് ഈ കോളത്തിൽ എഴുതേണ്ടത്. എത്ര വരെയാണ്? 9,70,000 ലെസ് 20,000, 9,50,000. ഓക്കെ, ഇതാണ് മൊത്തത്തിലുള്ള സെയിൽസിൻ്റെ എമൗണ്ട്. ഇനി പർച്ചേസസ് എത്ര? 4,30,000. അതുപോലെ പർച്ചേസ് റിട്ടേൺസ് വരുന്നുണ്ട് ക്രെഡിറ്റ് സൈഡിൽ 12,000. അപ്പോൾ എന്ത് ചെയ്യണം? ടു പർച്ചേസ് അത് ഇന്നർ കോളത്തിൽ വേണം എമൗണ്ട് എഴുതാൻ. എത്രയായിരുന്നു? 4,30,000. ഓക്കെ, ഇനി ലെസ് റിട്ടേൺസ്. $12,000. ഇത് ലെസ് ചെയ്തിട്ട് മെയിൻ കോളത്തിൽ എഴുതാം. 4,30,000 മൈനസ് 12,000 എത്ര? 4,18,000. ഓക്കെ, ഇനി ഏതാ വരിക? ഇനി ട്രയൽ ബാലൻസിനകത്ത് ഒന്നും പ്രത്യേകിച്ച് എടുക്കാനില്ല ഈ ട്രേഡിങ്ങിലേക്ക്. ഇനി അതർ ഇൻഫർമേഷൻസ് നോക്കാം. ഇതിൽ ക്ലോസിംഗ് ഇൻവെൻട്രി വാസ് 1,80,000 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്ലോസിംഗ് ഇൻവെൻട്രി എന്താ ചെയ്യുക? ഈ ട്രേഡിങ്ങിൽ ക്രെഡിറ്റ് സൈഡ് ലാസ്റ്റായി കൊടുക്കണം. ബൈ ക്ലോസിംഗ് ഇൻവെൻട്രി. ബൈ ക്ലോസിംഗ് ഇൻവെൻറ്ററി. ഓക്കെ, എത്ര എമൗണ്ട്? 1,80,000. ഓക്കെ, ട്രേഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? മൊത്തത്തിൽ ടോട്ടൽ ചെയ്തിട്ട് ഏത് ഭാഗത്താണ് കൂടുതൽ നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ സെയിൽസ് 9,50,000 ഉണ്ട്. അപ്പോൾ ഇത് ഈ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ വരിക. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ക്രെഡിറ്റ് സൈഡ് മൊത്തത്തിൽ കൂട്ടാം. 9,50,000 plus 1,80,000.
ഇത് മൊത്തത്തിൽ കൂട്ടിയിട്ട് ആ എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ എമൗണ്ട് ഓരോന്നായി ലെസ് ചെയ്യാം. -1,10,000 -40,000 -4,18,000. ഓക്കെ, ഇത് മൊത്തത്തിൽ ലെസ് ചെയ്താൽ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. ഇത്ര 5,62,000. അതായിരിക്കും നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ്. ആ ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ എഴുതണം, ടു ഗ്രോസ് പ്രോഫിറ്റ്. $5,62,000. ഇനി ഇവിടെ ടോട്ടൽ എമൗണ്ട് എഴുതാം. $1,13,000. ഇവിടെയും 11,30,000. ഇവിടെയും 11,30,000. ഇങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ചെയ്താലും മതി. ഇനി എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതണം. ഇവിടെ C/D എന്ന് വരും. ഓക്കെ, ടു ഗ്രോസ് പ്രോഫിറ്റ് C/D. ഇനി എന്ത് ചെയ്യുക, അത് ഇങ്ങോട്ട് എടുത്തിട്ട് ബൈ ഗ്രോസ് പ്രോഫിറ്റ്. ബൈ ഗ്രോസ് പ്രോഫിറ്റ് D/D. ഇനി എന്ത് ചെയ്യുക, ആ സെയിം എമൗണ്ട് എടുത്ത് എഴുതാം, 5,62,000. ഓക്കെ, ഇനി ഓരോന്നാക്കി എടുത്ത് എഴുതാം. ഓരോന്നായിട്ട് എന്തൊക്കെ വരും, സാലറീസ്. സാലറി എന്താ, എക്സ്പെൻസ് അല്ലേ, അപ്പോൾ ടു സാലറീസ്. എമൗണ്ട് 2,10,000. ഇനി ഏതാ വരിക, അതർ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 1,50,000. other administration expenses 1,50,000. okay, next ഏതാ, ഡിസ്കൗണ്ട്സ്. ഇതിൽ ഡിസ്കൗണ്ട് റിസീവ്ഡും ഉണ്ട്, ഡിസ്കൗണ്ട് പെയ്ഡും ഉണ്ട്. സോ ഡിസ്കൗണ്ട് റിസീവ്ഡും ഉണ്ട്, ഡിസ്കൗണ്ട് അലൗഡും ഉണ്ട്. ഈ ഡെബിറ്റ് സൈഡിൽ കാണുന്ന ഈ 90,000 അത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. പിന്നെ ഈ ക്രെഡിറ്റിൽ കാണുന്ന 9,000 അത് ഡിസ്കൗണ്ട് അലൗഡും ആണ്. അപ്പോൾ ഈ ഡെബിറ്റിൽ എന്താ ചെയ്താ, ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. എമൗണ്ട് 90,000. അതേപോലെ ക്രെഡിറ്റിൽ ബൈ ഡിസ്കൗണ്ട് അലൗഡ്. $9,000. ഇനി ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് എത്ര, 5,000. ടു ബാഡ് ഡെപ്റ്റ്. ഇനി അത് വരിക
ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഓക്കെ, ട്രേഡിങ്ങൊക്കെ ഉള്ളതായി. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കുക. അതിൽതാ ഡിപ്രീഷിയേറ്റ് ഫർണിച്ചർ അറ്റ് 10%. ഇപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്കൊരു എക്സ്പെൻസ് ആയിട്ടാണ്, നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അതായത് അത്രയും വാല്യൂ കുറഞ്ഞ ഈ ഫർണിച്ചറിൻ്റെ 10%. അപ്പോൾ ഇത് നമ്മൾ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഫർണിച്ചർ എത്ര എമൗണ്ട്? ഫർണിച്ചർ 3,50,000. അപ്പോൾ അതിന് 10% എടുക്കണം, 35,000. ഇപ്പോൾ ഡിപ്രീസിയേഷൻ 3,50,000 10% വരുമ്പോൾ 35,000. ട്രേഡിങ് കംപ്ലീറ്റ് ആയി. ഇനി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിലും ക്രെഡിറ്റ് ആയിരിക്കും കൂടുതലാവാൻ ചാൻസ്. അപ്പോൾ അത് ക്രെഡിറ്റ് കൂട്ടി നോക്കാം. 5,62,000 പ്ലസ് 9,000 ഈക്വൽ ടു ഈ കിട്ടിയ എമൗണ്ട് ഡയറക്റ്റ് ഇവിടെ എഴുതി കൊടുക്കാം. ആദ്യം 5,71,000. ഇവിടെ അതിനെ ആയിരിക്കും സെയിം എമൗണ്ട് വരിക, 5,71,000. ഇനി ഇതിൽ നിന്ന് ഈ ഓരോ എമൗണ്ട് ലെസ് ചെയ്യാം. മൈനസ് 2,10,000 മൈനസ് 1,50,000 മൈനസ് 19,000 മൈനസ് 5,000 മൈനസ് 35,000. എത്ര? 1,52,000 കിട്ടി. ഇതാണ് നമ്മളെ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് 1,52,000. ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആദ്യം എഴുതണ്ടേ, ആദ്യം ലയബിലിറ്റി സൈഡിൽ പോവാം. ഇതിൽ ക്യാപിറ്റൽ തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടാവും. ക്യാപിറ്റൽ എടുത്തിട്ട് ആദ്യം നമ്മൾ ഇതിലെഴുതാം. ലയബിലിറ്റീസ് ക്യാപിറ്റൽ. ഇത് ഇന്നർ കോളത്തിൽ വേണം ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എഴുതാൻ. എത്ര? 6,50,000. ഇനി ക്യാപിറ്റലിനോട് ഈ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ആഡ് പ്ലസ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 1,52,000. ഇത് നെറ്റ് ലോസ് ആണെങ്കിൽ ഇതിന് ലെസ് ചെയ്യണം. ഇനി ഇതിൽ ഡ്രോയിങ്സ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ ഡ്രോയിങ്സ് ഇതിൽ നിന്ന് ലെസ് ചെയ്യണം, ഈ ക്യാപിറ്റലിൽ നിന്ന്. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 6,50,000 പ്ലസ് 1,52,000 8,02,000. ഇനി ഓരോന്നായി എടുത്തെഴുതാം. ഇനി ഫർണിച്ചർ. ഈ ഫർണിച്ചർ എത്ര? 3,50,000. ഈ ഫർണിച്ചറും ഇന്നർ കോളത്തിൽ വേണം എമൗണ്ട് എഴുതാൻ. കാരണം
ഇതിൽ ഡിപ്രിസിയേഷൻ ഇതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടി വരും. ലെസ് ഡിപ്രിസിയേഷൻ. ഓക്കെ, എത്ര എമൗണ്ട്? 35,000. ഇത് ലെസ് ചെയ്യുമ്പോൾ 3,15,000 എന്ന് കിട്ടും. അത് ഇവിടെ എഴുതി കൊടുക്കാം. ഇനി എന്തൊക്കെ? ട്രേഡ് റിസീവബിൾസ് ആൻഡ് ട്രേഡ് പേയബിൾസ്. ഇതിൽ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് കിട്ടാനുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അസറ്റ്. അപ്പോൾ അസറ്റ് സൈഡിൽ ട്രേഡ് റിസീവബിൾസ്. എമൗണ്ട് 2,10,000. ഈ ട്രേഡ് പേയബിൾസ് എത്ര? 1,90,000. $1,90,000. റിട്ടേൺസ് ചെയ്തതാണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റി. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസറ്റാണ്. അപ്പോൾ അതും ഇവിടെ ഇത് അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സെക്യൂരിറ്റി. എമൗണ്ട് എത്ര? 1,00,000. നെക്സ്റ്റ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. അതും അസറ്റാണ്. അപ്പോൾ ക്യാഷ് ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. എമൗണ്ട് 1,87,000. ഇനി ഇത് മൊത്തം ഇനി രണ്ട് സൈഡും കൂട്ടി നോക്കാം. ആദ്യം ലയബിലിറ്റി സൈഡ്സ് 8,02,000 പ്ലസ് 1,90,000. ടോട്ടൽ വരുന്നത് 9,000 and 9,92,000. ഇവിടെയും സെയിം തന്നെയാണോ കിട്ടുക നോക്കാം. 3,15,000 പ്ലസ് 2,10,000 പ്ലസ് 1,00,000 പ്ലസ് 1,87,000. ഇവിടെ നമുക്ക് കിട്ടിയത് 8,12,000 എന്നാണ്. അപ്പോൾ ഇതിൽ എന്തോ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അതായത് ഇത് എത്ര ഡിഫറൻസ് കാണിക്കുന്നത്? 1,80,000 ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിഫറൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യനിൽ 1,80,000 എന്തെങ്കിലും മിസ്സായിക്കണോ നോക്കാം. ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ക്ലോസിങ് ഇൻവെൻട്രി. അത് നമ്മളിതിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഈ ക്ലോസിങ് ഇൻവെൻട്രി പറഞ്ഞാൽ എന്താ? നമുക്കൊരു അസറ്റ് അല്ലേ, നെക്സ്റ്റ് ഇയർക്ക് നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളത് ഈ ബാലൻസ് ഷീറ്റ് അസറ്റ് റെക്കോർഡ് ചെയ്യണം. ക്ലോസിങ്
ഇൻവെൻറ്ററി അത് ഇവിടെ എഴുതി കൊടുക്കാം 1,80,000. ഇതാ ഇപ്പോൾ 1,80,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് 9,92,000 കിട്ടും. 9,92,000. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഈക്വലായി കിട്ടി. അതായത് നമ്മൾ ഇത്രയും ചെയ്ത എല്ലാ കാൽക്കുലേഷനും അതുപോലെ ഇതിൽ കൊടുത്ത ഓരോ അക്കൗണ്ടും ഒന്നും തെറ്റാ ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും ഈക്വലായി കിട്ടിയത്. ഇത് ഈ അക്കൗണ്ടിങ്ങിൽ മിസ്റ്റേക്ക് ഒന്നും വരാതെ അതുപോലെ നമ്മളെ ഈ റെക്കോർഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് വരാതെ നമുക്ക് ഈക്വലായി കിട്ടി. അതാണ് ഈ ബാലൻസ് ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രേഡിംഗ് പ്രൊഫിറ്റ് ലോസ് അക്കൗണ്ട് കിട്ടി. ഇത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തിട്ട് അതിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടിട്ട് അതേപോലെ രണ്ടാമത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് ഓൺ 31st March 2017 കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് ബാലൻസ് ഷീറ്റ് ചെയ്യാം ഇതുപോലെ. ഓക്കെ.